അറിവ് അറിയുമോ? ഞാൻ അറിയും. പേരറിവ്. നിങ്ങളെ ഞാൻ ഈ നാട്ടിൽ കണ്ടിട്ടില്ല. ഞാൻ ശ്രീലങ്കൻ തമിഴൻ, പേര് അയ്യൻ. വന്നത് ഈ കുറിപ്പ് തരാനാണ്. എന്താ ഇത്? അറിവ് വർത്തമാന പത്രങ്ങൾ കാണാറുണ്ടോ? ടി വിയിലെ ന്യൂസ് ശ്രദ്ധിക്കാറുണ്ടോ? ശ്രീലങ്കയിൽ നമ്മുടെ സഹോദരങ്ങൾ തമിഴർ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നു. പിറന്ന മണ്ണിൽ തമിഴനായി പിറന്നു എന്ന ഒറ്റ കാരണത്താൽ പീഡിപ്പിക്കപ്പെടുന്നു. നിങ്ങൾ തമിഴ് പുലിയാ? ഭാഷയെ സ്നേഹിക്കുന്നവൻ, സ്വന്തം മണ്ണിനെ സ്നേഹിക്കുന്നവൻ, പിറന്ന വംശത്തെ പ്രതി അഭിമാനമുള്ളവൻ, സ്വന്തം അസ്തിത്വം അന്യമാകുന്നതിനെതിരെ പോരാടുന്നവൻ എങ്ങനെ പുലിയാകും സഹോദര? ശ്രീലങ്കയിലെ തമിഴന്റെ ദുരിത കഥ കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ, അവന്റെ വേദനയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, തമിഴ് തായ്മൊഴിയാണെങ്കിൽ, തമിഴ്നാട് തായിയാണെങ്കിൽ, തമിഴർ സഹോദരങ്ങളാണെങ്കിൽ ഇന്ന് വൈകിട്ട് ഈ കുറിപ്പിൽ പറയുന്ന സ്ഥലത്തെത്തണം. செந்தமிழ் செந்தி கொளுத்தும் நெஞ்சில் உயர்வது பந்தங்கள், பெரியோர் சக்தி அளிக்கிறாய் படைக்களத்தின் போருக்காய். செந்தமிழ் செந்தி கொளுத்தும் நெஞ்சில் உயர்வது பந்தங்கள், பெரியோர் சக்தி அளிக்கிறாய் படைக்களத்தின் போருக்காய். വിദേശാധിപത്യത്തിൽ കഴിഞ്ഞിരുന്ന ശ്രീലങ്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1948-ലാണ്. കാലങ്ങളായി തുടരുന്ന സിംഹള തമിഴ് പ്രശ്നം പരിഹരിക്കാതെയാണ് സായിപ്പ് നാടുവിട്ടത്. ആദ്യ പ്രധാനമന്ത്രി സോനാ നായികയിൽ നിന്നും തമിഴിന് നീതി ലഭിച്ചില്ല. സിംഹളന് മുന്നിൽ തമിഴൻ കുടിയേറി പാർത്ത പരദേശി മാത്രമായിരുന്നു. തമിഴന്റെ മോചനത്തിന് വേണ്ടി നിരവധി പ്രസ്ഥാനങ്ങൾ ഉണ്ടായി. എന്നാൽ ക്യാപ്റ്റൻ പ്രഭാകരന്റെ നേതൃത്വത്തിൽ 1976-ലുണ്ടായ മണ്ണിനടിമകളാം മക്കൾ ഉയർ കൊടുപ്പേ നീതിക്കായി, മണ്ണിനടിമകളാം മക്കൾ ഉയർ കൊടുപ്പേ നീതിക്കായി. സ്വന്തം സൈന്യം, സ്വന്തം ബാങ്ക്, സ്വന്തം എയർഫോഴ്സ്, തമിഴീഴം ടെലിവിഷൻ, റേഡിയോ എല്ലാം നമ്മൾ സ്വന്തമാക്കി. എന്നാൽ നമ്മുടെ കിനാവുകൾ തകർത്തത് ലങ്കയല്ല, ഇന്ത്യ. 80,000 സായുധരായ ഇന്ത്യൻ സൈന്യം. തമിഴ് സഹോദരങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവർ വന്നതെന്ന് പാവപ്പെട്ടവൻ തെറ്റിദ്ധരിച്ചു. സിംഹള സേനയോടൊപ്പം ചേർന്ന് അവർ നമ്മുടെ ഗ്രാമങ്ങൾക്ക് തീവച്ചു. ആയിരക്കണക്കിന് അമ്മമാരുടെയും സഹോദരിമാരുടെയും മാനം കവർന്നു. 10,000-ങ്ങളെ വെടിവെച്ചു കൊന്നു. മാനം നഷ്ടപ്പെട്ടവർ, വീട് നഷ്ടപ്പെട്ടവർ, മക്കൾ നഷ്ടപ്പെട്ടവർ ഇന്ന് ശ്രീലങ്കൻ വനത്തിൽ. നമ്മുടെ കിനാവുകൾ തറക്കുമ്പോ അവർ ഉദ്ദേശിച്ചില്ല. മാളവരുടെ മുന്നിൽ കൈനീട്ടുന്നു ഞങ്ങളുടെ അമ്മമാർ, ധർമ്മപന്തിയിൽ ക്യൂ നിൽക്കുന്നു ഞങ്ങളുടെ മക്കൾ, ഏതൊക്കെ ഒളിത്താവളങ്ങൾ അലയുന്നു ഞങ്ങളുടെ സഹോദരങ്ങൾ. മാനം വിൽക്കാൻ കൈനീട്ടുന്നു ഞങ്ങളുടെ സഹോദരിമാർ, ഏതൊക്കെ ഒളിത്താവളങ്ങളിൽ അലയുന്നു ഞങ്ങളുടെ സഖാക്കൾ. കാരണക്കാരാരാ? ഇന്ത്യൻ ഭരണചക്രം തിരിച്ച വിവരദോഷികൾ. സ്വാതന്ത്ര്യത്തിന്റെ രുചി സ്വന്തം ചോരയുടെ ഉപ്പാണെന്ന് ഞങ്ങൾക്കറിയാം.
വംശീയമായി കൂട്ടക്കുരുതി ചെയ്യപ്പെടുന്ന ശ്രീലങ്കൻ തമിഴ് പൊതുമക്കളുടെ മോചനത്തിന് വേണ്ടി അണിചേരണം, അണിചേരണം, അണിചേരണം. മണ്ണിനടിമകളാം മക്കൾ ഉയർ കൊടുപ്പേ നീതിക്കായി. മണ്ണിനടിമകളാം മക്കൾ ഉയർ കൊടുപ്പേ നീതിക്കായി. പിറந்த மண்ணின் மானம் காக்கான் படச்சட்டை போடுகிறோம். ഭൂമിക്ക് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി, നമ്മുടെ ദേശത്തിന്റെ വിമുക്തിക്ക് വേണ്ടി, നമ്മുടെ ഭാഷയ്ക്ക് വേണ്ടി സാഹസികമായി പോരാടിയ വിദ്യാർത്ഥി നായകന്മാരെ, വീരന്മാരെ, ശൂരന്മാരെ, കോടി ജനങ്ങളുടെ അഭിവാദ്യങ്ങൾ. ഇന്ന് ശ്രീലങ്കൻ തമിഴ് പൊതുമക്കളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വന്നവരിൽ ഒരാളിന് ഞങ്ങൾ ഒരു സമ്മാനം തരും. ആദ്യം വരുന്ന ഒരാൾക്ക് പേരറിവ്. എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ കഴിഞ്ഞു. അങ്ങയുടെ പേരെന്താ? ശിവരശൻ. ഈ ഒരു കണ്ണെങ്ങനെ പോയത്? തമിഴീഴം ജനങ്ങളുടെ മോചനത്തിന് വേണ്ടി പോരാടിയപ്പോൾ പൊട്ടിപ്പോയി. കഴുത്തിൽ ഈ സൈനൈഡ് ഗുളിക തൂക്കി നടക്കാൻ ഭയമില്ലേ? പോരാളി മരണത്തെ ഭയപ്പെടാറില്ല. അയ്യൻ, ക്യാപ്റ്റൻ പ്രഭാകരൻ. சுதந்திரத்தில் போராடி உயிர் கொடுப்பான் பிரபாகரன். തമിഴീഴം ജനങ്ങളുടെ മോചനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച വിപ്ലവ പോരാളി. ഭാഷയെയും അമ്മയെയും സ്നേഹിക്കുന്ന ഏതൊരു തമിഴനും ചങ്കിൽ ചില്ലിട്ട് സൂക്ഷിക്കേണ്ട ചിത്രം. செந்தமிழ் செந்தி கொளுத்தும் நெஞ்சில் உயர்வது பந்தங்கள். பெரியோர் சக்தி அளிக்கிறாய் படைக்களத்தின் போருக்காய். சுதந்திரத்தில் போராடி உயிர் கொடுப்பான் பிரபாகரன். தலைவர் நம் தலைவர் சூரியனாய் ஜொலித்து நின்றான் தமிழீழத்தின் சிங்கம். தலைவர் நம் தலைவர். അല്ല ഇതാരും ചിറ്റപ്പനോ? നീ എന്താ ഇവിടെ? അല്ലാതെ പിന്നെ കിണറ്റിൽ വീണിട്ട് ചത്തില്ല എന്നൊന്ന് ബോധ്യപ്പെടുത്താൻ വന്നതാ. ആര്? കടവുളെ. ജ്വാലാർമേടയിൽ എനിക്കൊരു മാന്യതയുണ്ട്, അത് നശിപ്പിക്കുന്നതിനൊരു പരിധിയുണ്ട്. നിന്റെ അപ്പാവ് വാൾപോസ്റ്റ് പോലെ സേലത്തെ ഭിത്തി കൊട്ടിച്ചിട്ടാണ് നീ ഇവിടേക്ക് വന്നത്. എന്നെ അതുപോലെ വലിച്ചു നീ ഒട്ടിച്ചേക്കരുത്. അറിവിന്റെ പെരിയാർ തിടലിൽ ദ്രാവിഡ ഘടകത്തിന്റെ മുഖപത്രമായി വിടുതലയിൽ ഒരു വേല കൊടുക്കാമെന്ന് ചീഫ് എഡിറ്റർ സൊന്നാച്ച്. അതുകൊണ്ട് മദിരാശിയിൽ പെരിയാർ തിടലിൽ വിടുതലയുടെ ആഫീസിൽ നീ അവനെ കൊണ്ടുചെന്നാക്കണം. ദ്രാവിഡ ഘടകത്തിന്റെ ആഫീസിൽ താമസ സൗകര്യം ശരിയാക്കിയിട്ടുണ്ട്. അവനവിടെ താമസിച്ച് പഠിച്ച് പാർട്ട് ടൈം വേല പാക്കാം. ശേഷം സമയം ബിക്കും പഠിക്കാം.
അവനോടൊപ്പം ഒന്ന് പോകാൻ പറ്റുമോ നിനക്ക്? എന്നിട്ട് ഞാൻ അവിടെ നിൽക്കണോ? ഒരു നിമിഷം നിൽക്ക കൂടാതെ പെരിയാർ തിടലിലും ദ്രാവിഡ ഘടകത്തിന്റെ ആഫീസിലും ഞങ്ങൾക്ക് പേരുദോഷം ഉണ്ടാക്കാതെ ഉടനെ നീങ്ങ് മടങ്ങി പോരണം. താങ്ക്സ്. അങ്ങനെ അവന്റെ ശല്യം മാറി കിട്ടി. എന്തോടാ പറഞ്ഞത്? അല്ലാതെ പിന്നെ ചിറ്റപ്പൻ ഉത്തരവാദിത്വത്തോടു കൂടി ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചാൽ ഞാനത് ചെയ്തിരിക്കും. നമുക്ക് നാളെ തന്നെ അവൻ അവിടെ കൊണ്ടുവന്നാക്കാം. അത് രാത്രിയിൽ തീരുമാനിക്കാം. അത് മതി. അതിന് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ ഇന്ന് നീ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇല്ല ചിറ്റപ്പ, അവന് ജോലി കിട്ടേണ്ടത് ചെന്നൈയിൽ കൊണ്ട് എത്തിക്കേണ്ടത് എന്റെ ആവശ്യമാ. കടവുളേ, നീ എന്റെ വിളി കേട്ടു. അങ്ങനെ ആ ഒരു തടസ്സം മാറിക്കിട്ടി. ഞാൻ ആ കാര്യത്തിന് അവന്റെ സഹായം തേടിയ തെറ്റ്. ഇനി ഒരു ഇടനിലക്കാരനില്ലാതെ സെങ്കുടിയോട് പറയാനുള്ളത് പറയുക. സെങ്കുടി, ഈ ശുപ്പാണ്ടി, ചുപ്പാണ്ടി, എൻ്റെ ഈ നശിച്ച പേര് അതൊന്ന് മാറ്റണം. ഏയ് അറിവേ, ഉൻ പേരെന്നടാ? അയ്യോ തമ്പി, ഉൻ പേരെന്നെ? നല്ല പേരടാ. തെറ്റിപ്പോയി, അറിവിനെ പോലെ ഇരിക്കുന്നു. അയ്യാ, ഉൻ പേരെന്നെ? അഴകാന പേര്. അണ്ണാ, ഉൻ പേരെന്നെ? നല്ല പേരപ്പാ, നല്ല പേര്. തമിഴൻ അവരുടെ ദേശത്തിന്റെ പേരാ മക്കൾക്കിടുക. എനിക്ക് സേലം വന്നിട്ടാ പോരായിരുന്നു. എൻ്റെ അപ്പൻ മുരുകൻ ശപ്പൻ എനിക്ക് ശുപ്പാണ്ടി എന്ന് പേരിട്ടു. ഇനി സെങ്കുടി വരുമ്പോൾ അവളോട് പറയണം, செங்கொடி, என் அழகான கண்மணி, எனக்கு உன்னுள்ள அன்பு, காதல், பாசம் அது பறந்தறிக்கன் வாக்குகளில். என் அழகான காதலி, நான் உன்னை காதலிக்கிறேன். என்னடா முட்டாளா? அண்ணாமையா ஆணும் பெண்ணும் தெரிஞ்சுடுறேன். ஊருகாரங்களே, இவன் என்ன காதலிக்கிறேன்? ஐயா சும்மா ഈ കാട്ടിനെ കണ്ണ് കണ്ടുവിടാണോ? എവിടെ കിടന്നതാ ഇതൊക്കെ? என்னாச்சு பெரியோரே? லவ் தலைக்கு பிடிச்சாச்சு, மன்னிச்சிடுங்க. விடுங்க விடுங்க. காதல் வேலை, என்ன காதல் வேலை? കുരുട്ട് ബുദ്ധി തോന്നിയത് ഭാഗ്യം. ഇല്ലെങ്കിൽ അങ്ങേരെ എന്നെ നടക്കല്ലിൽ എടുത്ത് അടിച്ചേനെ. ചിറ്റപ്പൻ എന്നോട് ഇപ്പൊ പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ, അറിവിനെ പെരിയാർ തിടലിൽ കൊണ്ടുവിടണമെന്ന്. അറിവിന് ജോലി കിടച്ചാച്ച് പെരിയ പത്രത്തിൽ വിടുതലൈ. അതൊക്കെ ഞാൻ അറിഞ്ഞു. എടാ, ഇവിടെ വായി നോക്കിക്കാതെ പോയി പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെക്കട്ടെ. നിന്റെ ഇവന്റെ ഒക്കെ പെട്ടി പാക്ക് ചെയ്ത് വെച്ചിട്ട് തന്നെ ഞങ്ങൾ വന്നു. എന്നാ കുറച്ചു നേരം അവിടെ നിന്നു. ഇവനെ അവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് അടുത്ത വണ്ടിക്ക് തന്നെ ഞാനിങ്ങ് തിരിച്ചു വരും. ചിറ്റമ്മ എന്തിനാ തൊഴാൻ വന്നതാ? നീ എതുക്ക് വന്നേ? കടവുൾ കിട്ട മന്നിപ്പ് കേക്കതുക്ക്. അയ്യോ, ഞാൻ നന്നാവാൻ തീരുമാനിച്ചു ചിറ്റമ്മ. ഈ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുന്ന ഞാൻ ഒരു പുതിയ മനിതനായി. ജോലിക്ക് പോകുന്നതിന് മുമ്പ് എന്നോടെന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒക്കെയുണ്ട്. അമ്മ തൊഴുതിട്ട് വാ. തൊഴുതു മടങ്ങിയിട്ടേ പറയൂ, നിർബന്ധമാണോ? അത് പിന്നെ അമ്മ, എന്റെ ജീവിതത്തിലെ അതിപ്രധാനമായൊരു കാര്യ. പറയണ കണ്ണാ, അമ്മ കടവുളിനോട് അനുമതി കേട്ടിട്ട് വരാം. കടവുൾ സമ്മതിച്ചു. ഇനി അമ്മ മാത്രം സമ്മതിച്ചാ പോതും. എന്താ അറിവേ, നിന്റെ കണ്ണിൽ എന്തോ കുസൃതി, എന്തോ കള്ളം. കണ്ണാ, പേരറിവേ, അമ്മക്കിட்ட ചെല്ലടാ. എന്നാടാ? തൊഴുതു വാ അമ്മ. മാലേ മുല്ലമാലേ ജമന്തി മാലേ പൂമാലേ പൂവേ പൂമാലേ. അയ്യാ, யாரு? ஃப்ரெண்டா? അവര് പെരിയ ആള്.
തൊഴുതിട്ട് വാ. കുഞ്ഞെ, നീ എവിടെയോ കണ്ട് പരിചയം പോലെ. ഞാൻ അറിവ്, പേരറിവ്. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ഈശ്വരനെ വിശ്വസിക്കുമോ? അങ്ങനെയുള്ളവരെ കോവിലേക്ക് വരാവോ എന്നുണ്ടോ? കടവുളെ വിശ്വസിക്കാം, വിശ്വസിക്കാതെ ഇരിക്കാം. ഞാൻ വിശ്വസിക്കുന്നത് മനുഷ്യനില്ല, അവന്റെ നന്മയിലും മോചനത്തിലുമാണ്. കോടിക്കണക്കിനുള്ള മക്കളുടെ സങ്കടങ്ങൾക്ക് പരിഹാരം മിണ്ടാതിരിക്കുന്ന ദൈവത്തിന്റെ കൈകളിലുണ്ടോ? കടമകൾ മറക്കുന്നവൻ ചാരുന്ന കല്ലാണ് കടവുൾ. നമ്മൾ ക്ഷേത്രത്തിന് ചുറ്റും നടക്കുമ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സംസ്കാരത്തിന് ചുറ്റും നടക്കുകയാണ്. അറിവ് തൊഴാൻ വന്നതാ? അമ്മയോടൊപ്പം വന്നതാ. എനിക്ക് 2 ബാറ്ററി വേണം, വാങ്ങിത്തരുമോ? ഓ, 9 വോൾട്ടിന്റെ 2 ബാറ്ററി. ഞാൻ ഒന്ന് ചുറ്റിട്ട് വരാം. അറിവ്, ബാറ്ററി വാങ്ങി വരിക. അങ്ങനെ ആഞ്ജനേയനോട് പറയാനുള്ള കാര്യം ആഞ്ജനേയനോട് പറഞ്ഞു. ഇനി സെങ്കൊടിയോട് പറയാനുള്ള കാര്യം പേടിച്ചിട്ട് കാര്യമില്ല, പറയുക തന്നെ. செங்கொடி, நீ அழகான கண்மணி. நான் யாருன்னு தெரியுமா? உன்னோட மாப்பிள்ளை. டேய் முட்டாளா, பூ வேணுமா? பூமாலை வேணுமா? நான் பிச்சைக்காரனா வந்திருக்கு, உன்னோட தர்மம் கேட்டு வந்திருக்கு. இந்த கோயில் பக்கத்தில் உன்னை பார்க்கறதுக்கு வந்திருக்கு. எனக்கு உன்னுடைய காதல் தர்மமா கொடுக்கணும், உன்னுடைய லவ் தர்மமா தரணும். செங்கொடி, என் கனவினை பெருப்பிக்கும் கண்மணி. கரளை கொடுத்துட்டியா, விரலை கொடுத்துட்டியா, 2 இருந்தாலும் பரவாயில்லை. என்னமோ ஒரு மாதிரி இருக்கு. என்னது? പോയോ? പിച്ചക്കാരനാണെന്ന് കരുതി 25 ഭയങ്കര അടുത്ത് തന്നിട്ട് പോയി. പ്രേമിക്കുന്നവനെ പിച്ചക്കാരെന്ന് വിചാരിക്കുന്നവരുടെ പുറകെ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഓ, ഇതാണ് കാര്യം. അത് ശരി. ഇനി ഈ മുറിവൊക്കെ ഉണങ്ങിയിട്ട് MGR സ്റ്റൈലിൽ ചെന്നവളോട് ചോദിക്കാം, இதோ இந்த பறவை போல வாழ்க வேண்டும். இதோ, ஐயோ, இதோ இந்த பறவை போல வாழ்க வேண்டும். இதோ இந்த കാണിക്കുന്നത് നാട്ടുകാർ കണ്ട എന്ത് പറയും? നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ഏയ്, ഒരു കുഴപ്പമില്ല. സാധകം ചെയ്ത് നോക്കുകയായിരുന്നു. തൊണ്ടയ്ക്ക് വല്ല കുഴപ്പമുണ്ടോന്ന് ഉച്ചയും കുത്തി വീണതല്ലേ. ഓം ആ ഓം സഗരി സഗരി നിസരി നിസരി ഗരിസ പദനിസ. ഓ, ഒരു കുഴപ്പമില്ല. ഞാൻ കരുതി അമ്മ പോയി കാണുമായിരിക്കും. നീ ഇതിനിടയ്ക്ക് ഇത് എവിടെ പോയി? 2 ബാറ്ററി വാങ്ങാൻ പോയതാ. അപ്പാ പറഞ്ഞ ബാറ്ററി വാങ്ങണോന്ന്? നമുക്കല്ല, പിന്നെ അയ്യാ സെല്ല്. അദ്ദേഹം തന്നതാ. LTT-യാ? സൂക്ഷിക്കണം അങ്ങനെയുള്ളവരായി ചങ്ങാത്തം കൂടുന്നത്. അപ്പാ പറഞ്ഞിട്ടില്ലേ നമ്മളറിയാതെ അവരുടെ വാക്കുകളിൽ തടഞ്ഞു നിന്ന് പോകുന്നു. വാ പോകാ. നിക്കമ്മ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ടെന്ന്. അതിന് അനുമതി ആമുഖമൊക്കെ എന്തിനാ മോനെ? അത് പിന്നെ അമ്മ, എനിക്കൊരാളോട് ഇഷ്ടം എന്ന് പറഞ്ഞ പെരിയ പാരം ലവ് കാതൽമാ. 19 വയസ്സ്, പഠിക്കണ പ്രായം.
നാളെ ഒരു ജോലിക്ക് പോകുന്നു. പഠിത്തമൊക്കെ കഴിഞ്ഞ് വലിയ ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കാനാ. അപ്പോ അത്രയൊക്കെ തീരുമാനിച്ചുറപ്പിച്ച് കഴിഞ്ഞു. പേരറിവ്. അമ്മ, നീ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞില്ലേ? ഇനി വാ പോകാം. അമ്മ സമ്മതിക്കണം. സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിക്കും. സത്യമാ സമ്മതിക്കും. ഞാൻ കാതലിക്കുന്നത് ആരെന്ന് ചോദിക്കമ്മ. എന്താ നാണം വരുന്നു? പ്ലീസ് അമ്മ, ചോദിക്കമ്മ. ആ കുട്ടി ഈ ക്ഷേത്ര പരിസരത്തുണ്ടോ? ആരാടാ എന്റെ മരുമോള്? മനക്കോവിലിലെ ദേവനല്ലവാ നീ എന്നാശൈ തോഴനല്ലവാ, നീ എന്നാശൈ തോഴനല്ലവാ. എന്തിനാണ് പൂക്കാരി വിളിക്കുന്നത്? അമ്മ, 2 മുഴം പൂ വാങ്ങി അമ്മ അവളുടെ തലയിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ 2 ആളും ഒരുമിച്ച് ഈ നടയിൽ തൊഴണം. ചെക്കനെ നിർബന്ധം കൊള്ളാലോ. പൂ വേണമോ അമ്മ? നീ 2 മുഴം പൂ കൊടു പൂക്കാരി. എന്റെ പേര് പൂക്കാരി നല്ല സെങ്കുടി. നീ പൂ കൊടുടേ. നീ അമ്മ കാലത്തിട്ട് കണ്ണി വെക്ക്. അമ്മ, ഞാൻ കാതലിക്കുന്ന പെണ്ണ് ഇവളാ, സെങ്കൊടി. അപ്പ പഠിപ്പിച്ച പൊണ്ണ്. അമ്മ, ഇഷ്ടായോ? നീ എന്റെ മകന്റെ മനസ്സ് മോഷ്ടിച്ചത് കണ്ണറിഞ്ഞിട്ട് പൂ കൊടുത്തിട്ടോ? ഞാനല്ലമ്മ, ഫസ്റ്റിലെ അവന്താ ചൊന്നേ ഐ ലവ് യു എന്ന്. സത്യമായിട്ടും എനിക്ക് ഇവളെ ഒത്തിരി ഇഷ്ടാ അമ്മ. തിരിഞ്ഞേൽക്കടി, തിരിഞ്ഞേൽക്കാൻ. നിന്റെ അപ്പാവെന്നെ കല്യാണം കഴിച്ചിട്ട് 22 വർഷം കഴിഞ്ഞു. ഇതിനോടകം അദ്ദേഹത്തോട് ആലോചിക്കാതെ ചെയ്യുന്ന ആദ്യത്തെ കാര്യം, പഠിച്ച ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം കല്യാണപ്രായമായിട്ട് മാത്രം. അമ്മ, ഇനി നിങ്ങൾ 2 ആളും ഒരുമിച്ച് ഈ നടയിൽ തൊടുന്നത് എനിക്ക് കാണണം. മഹാഭാവി കൊണ്ടുപോടാ. ആഞ്ജനേയ, എനിക്കിത് കാണണ്ട. സുപ്പാണ്ടി വീണ്ടും കിടത്തി വീണേ. അയ്യോ, ഇത് 2ാം തവണ വലിയത്. അങ്ങനെ വേണ്ട വേണ്ട, ആരും പോകാൻ വേണ്ട. അവിടെ ശരി, ആരും പോകണ. இதயத்தில் ராமமகிமை தினமும் சொல்லும் ஆஞ்சநேயா 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 மாருத புத்திரனே ஆஞ்சநேயா சுவாமி ஆஞ்சநேயா.